differentiate tan inverse of 2 raised to x plus 1 by 1 minus 4 raised to x with respect to x. അപ്പോൾ നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x plus 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 raised to എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന് y എന്ന് പേര് കൊടുക്കുന്നു. ലെറ്റ് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x plus 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 raised to x. ഈ 2 raised to x plus 1 എന്ന് പറയുന്നത് a raised to m plus n ഫോമാണ്. അതിനെ a raised to m ഇൻറ്റു a raised to n എന്ന് എഴുതാം. അതുപോലെ 4 raised to x 4 എന്ന് പറയുന്നത് 2വിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 4ന് പകരം 2 സ്ക്വയർ ദ ഹോൾ raised to x എന്നും ഇതിന് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇത് 2 raised to x plus 1 എന്ന് പറയുന്നത് 2 raised to x ഇൻറ്റു 2 raised to 1 ആണ്. a raised to m ഇൻറ്റു a raised to n ഫോം. അതാണ് a raised to m plus n. അപ്പോൾ അതിനങ്ങനെ മാറ്റി എഴുതാം. താഴത്ത് 1 മൈനസ് 4ന് പകരം 2 സ്ക്വയർ എന്ന് കൊടുത്തു. 2 സ്ക്വയർ ദ ഹോൾ raised to x. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to എന്ന് വെച്ചാൽ 2 ആണ് ഇൻറ്റു 2 raised to x ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 സ്ക്വയർ ദ ഹോൾ raised to എക്സിനെ 2 raised to x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം a raised to m ദ ഹോൾ raised to n ഉം a raised to n ദ ഹോൾ raised to m ഒന്ന് തന്നെയാണ്. a raised to m ദ ഹോൾ raised to n എന്ന് പറഞ്ഞാലും a raised to n ദ ഹോൾ raised to m എന്ന് പറഞ്ഞാലും a raised to m n ആണ്. അപ്പോൾ നമുക്ക് 2 സ്ക്വയർ ദ ഹോൾ raised to x എന്നുള്ളതിനെ മാറ്റിയിട്ട് 2 raised to x ദ ഹോൾ സ്ക്വയർ എന്നാക്കാം. ഇതിനങ്ങനെ ആക്കിയതിനാ എൻ്റെ ന്യൂമറേറ്ററിനകത്ത് ഒരു 2 raised to x ഉണ്ട്. അത് രണ്ടും ഒരേപോലെ വരുത്താൻ വേണ്ടിയാണ് ഇത് 2 raised തിരിച്ചു എഴുതിയത്. അപ്പോൾ 2 raised to x ദ ഹോൾ സ്ക്വയർ എന്നായി. ഇനി നമുക്ക് ആ 2 raised to എക്സിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് 2 raised to x ഈസിക്കൽ ടാൻ തീറ്റ. ഇപ്പം 2 raised to x ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്തായിട്ട് മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x ആണ്. 2 raised to x ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x ആകും. ഇനി നമുക്ക് നമുക്ക് നിൽക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു 2 raised to x ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 raised to x ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി അതിനകത്ത് 2 raised to x ഉള്ളിടത്തെല്ലാം ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ദെൻ y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ 2 ഇൻറ്റു 2 raised to x വരെ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 raised to എക്സിന് സ്ക്വയർ ആണ്. 2 raised to x ടാൻ തീറ്റ ആണ്. ഇപ്പം 2 raised to എക്സിന് സ്ക്വയർ ടാൻ തീറ്റയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നായി. ഈ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ 2 തീറ്റയുടെ റിസൾട്ട് ആണ്. അപ്പോൾ ഈ 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്തെഴുതാം? ടാൻ 2 തീറ്റ എന്നെഴുതാം. അപ്പോൾ ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 ടാൻ തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം ടാൻ 2 തീറ്റ എഴുതി. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് വെച്ചാൽ എക്സ് തന്നെയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 2 തീറ്റ 2 തീറ്റയാണ്. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ 2 തീറ്റ എന്ന് കിട്ടി. പക്ഷേ തീറ്റ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ തീറ്റ മാറ്റണം. 2 raised to എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്തപ്പോൾ തീറ്റ എന്തായിട്ട് മാറി? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x ആയി. ഇനി ഈ തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറി? 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to x എന്നായി വൈയുടെ വില. ഇനി വേണം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് വൈയെ വിത്ത് റെസ്പെക്ട് എക്സ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy ബൈ dx വരും. ഇനി ഇവിടെ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2 raised to എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. 2 കോൺസ്റ്റന്റ് ആണ്. 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ 2 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. 2 ഇൻറ്റു ഇനി ഇതിന് ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to എക്സ്. ആദ്യം ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 2 raised to എക്സ് ആണ്. അപ്പോൾ 1 ബൈ 1 പ്ലസ് 2 raised to എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു 2 raised to എക്സിന്റെ ഡെറിവേറ്റീവ് a raised to എക്സിന്റെ ഡെറിവേറ്റീവ് a raised to എക്സിന്റെ ലോഗ് a എന്നാണ്. അപ്പോൾ 2 raised to എക്സിന്റെ ഡെറിവേറ്റീവ് 2 raised to എക്സ് ഇൻറ്റു ലോഗ് 2. അപ്പം 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 raised to എക്സിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2 raised to എക്സിൻ്റെത് 1 ബൈ 1 പ്ലസ് 2 raised to എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 raised to എക്സിൻ്റെത് 2 raised to എക്സ് ഇൻറ്റു ലോഗ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ ഒരു 2 raised to എക്സ് ഉണ്ട് ഇൻറ്റു ഒരു ലോഗ് 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 raised to എക്സ് ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 raised to എക്സ് ദ ഹോൾ സ്ക്വയർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 raised to എക്സ് ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ ഈ 2 raised to എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ വീണ്ടും നമുക്ക്
2 സ്ക്വയർ ദ ഹോൾ റേസ് ടു എക്സ് എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 2 സ്ക്വയർ ദ ഹോൾ റേസ് ടു എക്സ് ആയി. ദറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു എക്സ് പ്ലസ് 1. അതായത് 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു എക്സ്, 2 റേസ് ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 സ്ക്വയർ 4, 4 റേസ് ടു എക്സ്. അപ്പോൾ 2 റേസ് ടു എക്സ് പ്ലസ് 1 ഇൻറ്റു ലോഗ് 2 ബൈ 1 പ്ലസ് 4 റേസ് ടു എക്സ് ആണ് ഇതിൻ്റെ ആൻസർ.